ഇന്നത്തെ ബിരിയാണി ഒരു രക്ഷയില്ല, പൊളി സാധനം. നീ നല്ല ഞണ്ടെന്നല്ലേ? ചുമ്മാ പൈസ തന്നിട്ടല്ലേ? 2 ബിരിയാണിക്ക് 250 രൂപ. നീ 30 രൂപ ഉണ്ടാക്കിയേ. നീ മെനങ്ങാൻ നിന്റെ പൈസക്ക് ഓസിനെ നക്കിട്ടോ ഞാൻ പൈസ നീ എടുത്ത് കണക്ക് പറഞ്ഞ ചുമ്മാ എന്തോടാ പിള്ളേരെ എന്തോടാ പ്രശ്നം? എന്ത് കാണിക്കുന്നത്? അന്നാ തിന്നതിന് കണക്ക് പറയുന്ന ഇവനാ പണ്ടത്തെ കണക്കൊക്കെ പറയുന്നത്. അയ്യ തിന്നുന്ന കാര്യത്തിന് കണക്ക് പറയുന്ന എന്തിനാ പിള്ളേരുടെ നീയൊക്കെ? എടാ ഞങ്ങളെ കണ്ടുപിടി 10-15 വർഷത്തെ സുഹൃത്ത് ബന്ധമാണ്. ഞങ്ങൾ ഒരു പാത്രത്തിൽ ഉറങ്ങി ഒരു പായലുണ്ട് മണന്ന ടീംസാ. ഇന്നേ അവരൊരു കപ്പലിന്റെ കൂട്ടായി കണക്ക് പറഞ്ഞിട്ടില്ല അല്ലേടാ? അത് പറഞ്ഞപ്പോഴേ ഞാൻ നോക്കട്ടെ. ഫിജോ 50 പൈസ ഞാൻ തന്നെ നിങ്ങൾ കപ്പലിന്റെ കൂട്ടായി മേടിച്ച് ഓർമ്മേണ്ട. അപ്പോഴത്തേന് 50 പൈസ നിങ്ങൾ തരാനുണ്ട്. ഇപ്പൊ ഇവൻ കണക്ക് പറഞ്ഞേ? അവൻ കണക്ക് പറയുന്നല്ല. അല്ല കണക്ക് പറഞ്ഞല്ലേ, ഞാൻ ചുമ്മാ ഓർപ്പിച്ചതേ ഉള്ളൂ. അങ്ങനെയാണ് എനിക്കും പറയാനുണ്ട്. രാത്രി പള്ളു മുക്കിന്ന് ജ്യൂസ് കുടിച്ചതിന്റെ ബാക്കി 20 രൂപ നീ തന്നിട്ടില്ല. അത്രയ്ക്ക് അക്കൗണ്ടൻ കണക്ക് പറഞ്ഞു കൊടുക്കും. കുടിച്ച് തിരിച്ചു വരുന്ന വഴി പള്ളുമുക്ക് പമ്പ് 50 രൂപ എണ്ണ അടിച്ചു. അതിന് ചേർ 25 ഇതുവരെ കിട്ടിയിട്ടില്ല. എപ്പത്തരും ആണാ? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കണക്ക് പറയാനുണ്ട്. വക്കീലെ വന്നേ. 2007 മകരമാസം 17-ാം തീയതി സന്ധ്യ സമയത്ത് 6 മണിക്ക് വടക്കേവള രാജന്റെ കടയിൽ പോയി കഴിച്ച 2 ചായ 2 പരിപ്പ് വട അതിന്റെ പൈസയായ 35 രൂപ 25 കാര്യം ലഭിച്ചിട്ടില്ല. എന്റെ പണ്ടേ വാളന്നിട്ട് എന്തേലും പറഞ്ഞു. സോറി, അയാൾ രാജിക്കത്ത്. IPC 144 ബാർ 20 പ്രകാരം നിങ്ങൾക്ക് 6 മാസം തടവും 50,000 രൂപ പിഴയും ലഭിച്ചിരിക്കുന്ന വാറന്റ്. സാറേ എന്നാ സാറേ വാറന്റ്? റിമെമ്പർ സംതിങ്. ഒരു സെക്കൻഡ്. അല്ല സുപ്രീം കോടതിയല്ലേ? ഇവിടെ ഒരു വക്കീലിനെ എടുത്ത് കണക്ക് പറഞ്ഞു. അച്ഛാ ഒരു ചായ. എടി നീ എന്തിനിപ്പോ ഇങ്ങോട്ട് വന്നത്? എന്റെ അച്ഛൻ വീട്ടിലുണ്ട്. നിന്റെ തന്തയെ കാണാൻ തന്നെ ഞാൻ വന്നത്. മാമാ അടി ഞാൻ നിൽക്കുന്നില്ല. ഈ ഉമണച്ചി ഞാനും അവളും തമ്മിൽ ഇഷ്ടത്തിലാണ്. രക്ഷപ്പെട്ടെന്ന് അവളാണ്. അതെ മാമ, അടുത്ത മാസം നമ്മളെ കല്യാണം. മാമ തള്ളിക്കൊണ്ട് വേണ്ടേ? എന്നാലും നീ അച്ഛനെ കല്യാണത്തിന് വിളിച്ചില്ലല്ലോ. അത് പിന്നെ എല്ലാരും വിളിച്ചതിന് ശേഷം ലാസ്റ്റ് അച്ഛനമ്മയെ വിളിക്കാൻ വിചാരിച്ചു. മാമ ഈടായിട്ട് നിങ്ങളെ മോൻ അവോടിയാണ് മാമ. വിളിക്കാൻ ഫോൺ എടുക്കൂല, മെസ്സേജ് റിപ്ലൈ ഇല്ല. എനിക്കറിയാം. ഞാൻ ചോദിക്കാൻ പോലെ എന്താ മറ്റേ റിപ്ലൈ ഇല്ലാത്തത്? എന്റെ പൊന്നച്ചായ എവൾക്ക് റിപ്ലൈ കൊടുത്ത് എന്റെ വിരലടക്കാൻ പറ്റില്ല. എടാ എന്നാ നീ ബബിളെ കീബോർഡ് യൂസ് ചെയ്യ്. അതിലെന്തോന്ന്? എടാ അതിൽ നീ മെസ്സേജ് കോപ്പി വെച്ച് കൊടുത്താൽ അത് തന്നെ റിപ്ലൈ കൊടുത്തോളൂ. പിന്നെ നമുക്ക് വെച്ച് ഇമെയിലേക്ക് കമ്പോസ് ചെയ്യാം. പിന്നെ നമ്മളെ മുഖം വെച്ച് കസ്റ്റം സ്റ്റിക്കർ മീംസ് ഒക്കെ ഉണ്ടായി കളിക്കാം. അപ്പൊ ഇന്ന് രാത്രി മക്കളെ നിനക്ക് പ്രണയിക്കാൻ ഈ തവള മുഞ്ചിയെ കിട്ടിയോളാ. അത് പിന്നെ തവളയുടെ മക്കള് തവളയെ പോലെല്ലാമ ഇരിക്കൂ.